അടുത്തിടെ കേരളത്തിൽ 3 ദിവസങ്ങൾക്കിടെ വ്യത്യസ്ത സംഭവങ്ങളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 4 പേർ മരിച്ചിരുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആന, കടുവ, കാട്ടുപോത്ത്, കരടി, കാട്ടുപന്നി, മറ്റ് വന്യജീവികൾ എന്നിവ അനുദിനം നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. വനമേഖലയിൽ പെടാത്ത നഗരപ്രദേശങ്ങൾ പോലും ഇപ്പോൾ വന്യജീവി ആക്രമണ ഭീഷണിയിലാണ്. കേരളത്തിൽ 823 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പുതിയതായി വനമേഖലയുടെ ഭാഗമായത്. വനവിസ്തൃതി വർദ്ധിച്ച സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളത്. 2017 വന സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ 4.5% വർധനവ്. കർണാടകയാണ് 1-ാം സ്ഥാനത്ത്. 2023-24 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 17 ആണ്. 2022-2023 കാലഘട്ടത്തിൽ ഇത് 27 പേരും 2021-22 കാലഘട്ടത്തിൽ 35 പേരുമായിരുന്ന സ്ഥാനത്താണിത്. 2025 ജനുവരി 1 മുതൽ ഇന്നുവരെ 9 പേരും വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ മരണസംഖ്യ വർദ്ധിക്കുന്നുവെന്ന് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2016 മുതൽ 2025 വരെ 192 പേർ കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞതായി വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ഈ കാലയളവിൽ 278 പേർക്ക് പരിക്കേറ്റു. വന്യജീവി ആക്രമണങ്ങളിൽ ജനരോഷം വർദ്ധിച്ചു വരുന്നതിനാൽ വന്യജീവി ആക്രമണ പ്രതിരോധ കർമ്മ പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തി. കാട്ടാനയുടെ ആക്രമണം തടയാൻ എല്ലാ വനം ഡിവിഷനുകളിലും ആനത്താരകൾ നിർമ്മിക്കും. വന സംഘർഷ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകരെ ചേർത്ത് പ്രതികരണ സേനയുണ്ടാക്കും. ഗോത്ര സമൂഹത്തിന്റെ അറിവുകളും സഹകരണവും ഉപയോഗപ്പെടുത്തും. വന്യജീവികളുടെ സ്വഭാവം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. വനാതിർത്തികളിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കും. കുരങ്ങ് ശല്യം കുറയ്ക്കാൻ നിയമാനുസൃത മാർഗങ്ങൾ സ്വീകരിക്കും. കാട്ടുപന്നി ശല്യം നേരിടാൻ പഞ്ചായത്തുകൾക്ക് സഹായം നൽകും. പാമ്പുകടി മരണം കുറയ്ക്കാൻ ആന്റി വെനം നിർമ്മാണവും സംഭരണവും വിതരണവും ഊർജിതമാക്കും എന്നീ 10 കർമ്മ പദ്ധതിയാണ് വനം ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ. വനസംഘർഷ മേഖലകളിലെ എസ്റ്റേറ്റ് ഉടമകൾക്ക് അടിയന്തരമായി കാട് വിടാൻ നോട്ടീസ് നൽകും. വനമേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിന് ഇരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിക്കും. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനകത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലയിൽ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങൾ നൽകും. വനങ്ങളിലൂടെ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. വയനാട്ടിൽ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പ്രസ്താവിച്ചു. ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞതാണ് വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്നതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 1972 വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തണമെന്ന ആവശ്യം കർഷകർ ദീർഘനാളായി ഉന്നയിക്കുകയാണ്. ഓരോ വർഷവും കാട്ടാനയുടെ ആക്രമണത്തിൽ 100ഓളം വീടുകളാണ് തകർക്കപ്പെടുന്നത്. വസ്തുവകകൾക്കും ജീവനും നാശമുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ജനങ്ങളെ സമാധാനപ്പെടുത്തുന്നതിന് പകരം കാര്യക്ഷമവും സ്ഥിരവുമായ പ്രശ്നപരിഹാരമാണ് സർക്കാർ വന്യജീവി മനുഷ്യ സംഘർഷ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. അപകടകാരികളായ വന്യമൃഗങ്ങളെ നേരിടാനും പിടികൂടാനും വേണ്ടി വന്നാൽ വകവരുത്താനുമുള്ള ഒരു കർമ്മ പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കേണ്ടത്.